എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് കറുമുറാന്ന് തേൻകുഴൽ മുറുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. 2 ഗ്ലാസ് വറുത്ത പച്ചരിപ്പൊടി, നമ്മൾ നൂലപ്പത്തിനൊക്കെ എടുക്കണ നല്ല നൈസായിട്ടുള്ള പച്ചരിപ്പൊടി, 1/2 ഗ്ലാസ് ഉഴുന്ന്. നമുക്ക് അരിപ്പൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ. ഉഴുന്നും പരിപ്പ് നന്നായിട്ടൊന്ന് വറുത്തിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കതൊരു പാത്രത്തിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഒരുപാട് ബ്രൗൺ കളറൊന്നും ആവണ്ട. ഇത് നമുക്കറിയാൻ പറ്റും, നമ്മളിങ്ങനെ വറക്കുമ്പോൾ ഈ ഉഴുന്നും പരിപ്പൊക്കെ ഒന്ന് ചുരുങ്ങി വരും, അതുപോലെ തന്നെ നല്ല വറുത്ത മണവും വരും. ഏകദേശം 1 മിനിറ്റൊക്കെ ഒന്നിങ്ങനെ വറുത്താൽ മതി, അപ്പോഴേക്കും ആവും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വറുത്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് നല്ല നൈസായിട്ട് പൊടിച്ചെടുക്കാം. ഇനി ഉഴുന്നും പരിപ്പ് വറുത്ത് പൊടിച്ചതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, പിന്നെ വെളുത്ത എള്ള്, ഇത് 2 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കാം. നമ്മൾ ഈ പുട്ടിന് പൊടിയൊക്കെ നനയ്ക്കില്ലേ, അതേപോലെ ഇങ്ങനെ നന്നായിട്ട് തിരുമ്മി ഈ ബട്ടറൊക്കെ എല്ലാ ഭാഗത്തേക്കും ആവണ പോലെ നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ നന്നായിട്ട് മിക്സാക്കിയിട്ടുണ്ട്. ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം ഇതിൽ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. വെള്ളത്തിന് പ്രത്യേകിച്ച് കണക്കൊന്നും പറയാൻ പറ്റില്ല, കാരണം ഓരോ പൊടിക്കനുസരിച്ചിരിക്കും. പൊടി നന്നായിട്ട് വറുത്തതാണെങ്കിൽ കുറച്ച് കൂടുതൽ വെള്ളം വേണ്ടി വരും. അപ്പോൾ അത് കാരണം നമ്മൾ നോക്കിയിട്ട് കുറേശ്ശെ വെള്ളം അങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് കുഴച്ചെടുക്കാം. ഈ മാവ് കുഴച്ച് കഴിയുമ്പോൾ നല്ല സോഫ്റ്റായിട്ടുണ്ടാവണം, ഒരു ക്രാക്കൊന്നും ഇല്ലാണ്ട് നല്ല സോഫ്റ്റായിട്ടുണ്ടാവണം. അതുവരെ നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്ത് കുഴയ്ക്കാം. ഇപ്പോൾ നന്നായിട്ട് കുഴച്ചു, ഇതാ കണ്ടോ, അപ്പോൾ നല്ല സോഫ്റ്റായിട്ടുണ്ട് മാവ്. മുറുക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ കുറച്ച് വലിയ ഓട്ടകളുള്ള അച്ച് ഇതെടുത്തിട്ട് ഇനി നമുക്കിതിലേക്ക് കുറേശ്ശെ മാവ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് പ്രസ് ചെയ്തിട്ടെടുക്കാം. എണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടാകുമ്പോൾ ഇതിലേക്ക് നമുക്ക് മാവ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ മാവ് നല്ല സോഫ്റ്റാണ്, അതുകൊണ്ട് തന്നെ വേഗം ഇങ്ങനെ പ്രസ് ചെയ്യാനായിട്ട് പറ്റും. നമ്മളിങ്ങനെ ഓരോരോ റൗണ്ട് ആയിട്ട് ചുറ്റിച്ചിട്ട് ഇട്ടാൽ മതി. ഇതേപോലെ എല്ലാം ഇങ്ങനെ പ്രസ് ചെയ്തിട്ടതിന് ശേഷം നമ്മൾ തീ മീഡിയം ഫ്ലെയിമിലാക്കുക. പിന്നെ ഉടനെ തന്നെ മറിച്ചിടാൻ പാടില്ല, ഒരു ഭാഗം ഒന്ന് നന്നായിട്ടൊന്ന് മൊരിഞ്ഞതിന് ശേഷം മറിച്ചിട്ടാൽ മതി. അതുപോലെ തന്നെ ഒരുപാട് നേരം മൊരിയാൻ പാടില്ല, കളറ് അങ്ങനെ മാറാൻ പാടില്ല. ഒരു സൈഡ് ഒന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്കത് മറിച്ചിടാം. അതല്ലെങ്കിൽ മുമ്പേ കൂട്ടി മറിച്ചിട്ടാൽ ചിലപ്പോൾ അത് പൊട്ടിപ്പോവും. അത് കാരണം ഒന്ന് വെയിറ്റ് ചെയ്യാം. പിന്നെ ഒരുപാട് കളറൊന്നും മാറണ്ട, അതായത് ഇതേപോലെയൊക്കെ ഒരു കളറ് വന്നാൽ മതി. ഇപ്പോൾ 2 സൈഡ് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമുക്കത് എടുക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള മുറുക്കാണ്, നല്ല എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ വേണ്ടൂ, പിന്നെ ഉണ്ടാക്കാൻ അധികം കഷ്ടമൊന്നുമില്ല. നല്ല സ്വാദുണ്ട്. ഈ ബട്ടറിൻ്റെ ടേസ്റ്റും അതുപോലെ തന്നെ എള്ള് കടിക്കുന്നതൊക്കെ നല്ല സ്വാദുണ്ട്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.